Once again, all of you, welcome back to my YouTube channel. So, in our previous class, we just discussed some questions from the portion, physical and chemical properties. I think there is a need of deep discussion because we only just discuss in word wise. And so, today we are going to discuss the first question very deeply. The first question, sodium, lithium and potassium are stored under kerosene. Give reason. Okay, sodium, potassium, lithium എന്നീ മൂന്ന് മെറ്റൽസ് നമ്മൾ കെറോസീനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ റീസൺ എന്താണ്? എന്നാൽ നിങ്ങൾക്കൊരു സംശയം തോന്നാം, നമ്മൾ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ആയിട്ട് പഠിച്ചത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് കാൽസ്യം മാറി അവിടെ ലിഥിയം വന്നത് എന്നൊരു ഡൗട്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഡൗട്ട് ഇന്ന് ക്ലിയർ ചെയ്യണം. അതിനാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ് എടുക്കുന്നതിന്റെ ഉദ്ദേശം. So, sodium, lithium and potassium are examples of alkali metals. First, you need to understand what do you mean by alkali metals. What the meaning of alkali metals? ആദ്യം നമുക്ക് മനസ്സിലാക്കണം എന്താണ് ആൽക്കലി മെറ്റൽസ്. നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്. ആൽക്കലി മെറ്റൽസ് മീൻസ് എന്തായിരുന്നു? ഈ മെറ്റൽ റിയാക്ട് ചെയ്യുന്നത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അത് ഹൈഡ്രോക്സൈഡ് ഫോമിലേക്ക് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മെറ്റൽ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അതിന്റെ ഹൈഡ്രോക്സൈഡ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആയി മാറാനുള്ള എബിലിറ്റി ഉള്ള മെറ്റൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. അപ്പം സോഡിയം, പൊട്ടാസ്യം, ലിഥിയം ഈ മൂന്ന് മെറ്റൽസ് ആൽക്കലി മെറ്റൽസിന് എക്സാമ്പിൾ ആണ്. പക്ഷെ കാൽസ്യം എന്തല്ല, ഒരു ആൽക്കലി മെറ്റൽ അല്ല. മീൻസ് കാൽസ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താലും എന്തായി മാറത്തില്ല, അത് അതിന്റെ ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറത്തില്ല. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യത്തില്ല. മീൻസ് അത് വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ പോസിബിൾ അല്ല, ഡിസോൾവ് ആകത്തില്ല എന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇന്ന് മനസ്സിലാക്കാൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് തിരിച്ചു വരാം. സോഡിയം, പൊട്ടാസ്യം ആൻഡ് ലിഥിയം ആർ സ്റ്റോർഡ് അണ്ടർ കെറോസിൻ. ഗീവ് റീസൺ. സോ ഫസ്റ്റ് കെമിക്കൽ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. റിയാക്ടിവിറ്റി വിത്ത് ഓക്സിജൻ എന്നത് തന്നെയാണ് നമ്മുടെ പോർഷൻ. ഓക്കെ, സോ റിയാക്ടിവിറ്റി വിത്ത് ഓക്സിജൻ എന്ന് പറയുമ്പോൾ ദീസ് മെറ്റൽസ് റെഡിലി റിയാക്ട് വിത്ത് ഓക്സിജൻ. ലിഥിയവും എന്ത് ചെയ്യും, ഓക്സിജനുമായിട്ട് വളരെ വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മെറ്റലാണ്. വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ടൈമിൽ എന്താണ്, നന്നായിട്ട് ഹീറ്റിനെ റിലീസ് ചെയ്യും. എക്സോതെർമിക് ആണ്. മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് അല്ല എന്തിനൊരു എക്സാമ്പിൾ ആണ്. എക്സോതെർമിക് മീൻസ് ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് മെറ്റൽ പ്ലസ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പം ദാറ്റ് ഹീറ്റ് ഈസ് ഇനഫ് ടു ക്യാച്ച് ഫയർ. ആ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫയറിനെ ക്യാച്ച് ചെയ്യാൻ അത്രയ്ക്ക് സഫീഷ്യന്റ് ആയിട്ട് എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യും, ഈ മെറ്റൽസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യും. സോ ദർ ഈസ് എ ചാൻസ് ഓഫ് ഫയർ. ടു പ്രിവെന്റ് ദാറ്റ് റിയാക്ഷൻ വി നീഡ് ടു കീപ് ദം ഇൻ കെറോസിൻ. ആ ഒരു റിയാക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ എന്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, കെറോസീനിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ നമുക്ക് ഫസ്റ്റ് പറയേണ്ട പോയിന്റ് എന്താണ്, ഹൈ റിയാക്ടിവിറ്റി. ഈ മെറ്റൽസിന് എന്താണ്, റിയാക്ടിവിറ്റി വളരെ കൂടുതലാണ്. സോഡിയം, പൊട്ടാസ്യം ആൻഡ് ലിഥിയം ആർ ഹൈ റിയാക്റ്റീവ് മെറ്റൽസ്. സെക്കൻഡ് പോയിന്റ് എന്താണ്, റിയാക്ഷൻ വിത്ത് എയർ. അപ്പം റിയാക്ഷൻ വിത്ത് എയർ എങ്ങനെയാ, ദേ റെഡിലി റിയാക്ട്സ് വിത്ത് എയർ ആൻഡ് ദേ റിലീസ് ഇനഫ് എമൗണ്ട് ഓഫ് ഹീറ്റ് ടു ക്യാച്ച് ഫയർ. അവര് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എന്താണ്, ക്യാച്ചിനെ ഫയർ ചെയ്യാൻ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് അവർ റിലീസ് ചെയ്യുന്നത്. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഇതിനെ എന്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, കെറോസീനിൽ സ്റ്റോർ ചെയ്യും. ദിസ് കെറോസീൻ ലൈക്ക് ദ സേ പ്രൊട്ടക്റ്റീവ് ബാരിയർ. ഇവരും ഓക്സിജനുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരുന്ന ഒരു തടസ്സം ഉണ്ടാക്കുന്ന വസ്തുവാണ് അവിടെ എന്തെന്ന് പറയുന്നത്, കെറോസീൻ എന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ ബാരിയർ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ബാരിയർ ആണ് എന്തെന്ന് പറയുന്നത്, കെറോസീൻ എന്ന് പറയുന്നത്. ഇനി കാൽസ്യത്തിന്റെ കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യതയുണ്ട് അല്ലെ. സോ കാൽസ്യം ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആൽക്കലി മെറ്റൽ. Then calcium is also reactive, means high reactive, but according to these three metals the reaction of calcium is less. ഈ മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ കാൽസ്യത്തിന്റെ റിയാക്ടിവിറ്റി ഇച്ചിരി കുറവാണ്. ബട്ട് ദാറ്റ് കാൽസ്യം റിയാക്ട് വിഗറസ്ലി വിത്ത് ഓക്സിജൻ. സോ വി ആർ യൂസിങ്, അതർവൈസ് വി ആർ സ്റ്റോറിങ് ദിസ് കാൽസ്യം ഇൻ മിനറൽ ഓയിൽ. നമ്മൾ അതിനെ എന്തിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്, മിനറൽ ഓയിലിനകത്ത് തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം കെറോസീനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല, എന്തിനെ, കാൽസ്യത്തിനെ സ്റ്റോർ ചെയ്യുന്നില്ല. കെറോസീനിൽ സ്റ്റോർ ചെയ്യുന്ന സോഡിയം, പൊട്ടാസ്യം, ലിഥിയം എന്നീ മെറ്റൽസ് ആണ്. കാരണം എന്ന് പറയുന്നത് ഹൈ റിയാക്ടിവിറ്റി ആണ്. സെക്കൻഡ് വൺ, റിയാക്ഷൻ വിത്ത് എയർ. കെറോസിൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ഒരു പ്രൊട്ടക്ഷൻ ബാരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്ത് പ്രൊട്ടക്റ്റീവ് ബാരിയർ ആണ്, ഓക്സിജനുമായിട്ട് കോണ്ടാക്റ്റിൽ വരാതിരിക്കാൻ വേണ്ടി ഒരു തടസ്സം ഉണ്ടാക്കുക എന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്, കെറോസിൻ ചെയ്യുന്നത്. So the answer is just simple. These metals react vigorously with oxygen and they release enough amount of heat energy to catch fire. For prevent this reaction, we are storing these metals in kerosene. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. പക്ഷെ അതിന്റെ ആൻസറിന്റെ റീസൺസ് നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കി വെക്കുന്നത് നമ്മളുടെ പഠനത്തെ എന്ത് ചെയ്യും, കുറച്ച് എളുപ്പമാക്കുന്നതായിരിക്കും.
സോ 3 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഹൈ റിയാക്ടിവിറ്റി ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അവർക്ക് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ വളരെ ഹൈ ആണ്. തേർഡ്, കെറോസിൻ അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. കാൽസ്യത്തിനെ നോക്കും മറ്റു മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കാൽസ്യത്തിന്റെ റിയാക്ടിവിറ്റി ഈ 3 മെറ്റൽസിനേക്കാളും കുറച്ച് കുറവാണ്. എന്നാൽ വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിനെ മിനറൽ ഓയിലിൽ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. കാൽസ്യം എന്ന് പറയുന്ന ഒരു ആൽക്കലി മെറ്റൽ അല്ല, കാരണം കാൽസ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കുന്നില്ല. എന്നാൽ സോഡിയം, ലിഥിയം, പൊട്ടാസ്യം എന്നിവ വാട്ടറുമായിട്ട്, അവരുടെ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് അതിന്റെ കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. I think the answer is clear for you. If the answer is clear, then please support me. So we will meet in our next class. Thank you. Have a nice day.